നമ്മൾ ഈ കേൾക്കുന്ന നാർസിസിസം എന്ന വാക്ക് വരുന്നത് പണ്ടത്തെ ഗ്രീക്ക് പുരാണ കഥയിൽ നിന്നാണ്. നാർസിസസ് എന്നു പേരുള്ള വളരെ കാണാൻ ഭംഗിയുള്ള ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. ഒരു ദിവസം കാട്ടിലൂടെ നടന്നു പോകുമ്പോൾ ഒരു തെളിനീർ പൊയ്കയിൽ അവൻ സ്വന്തം പ്രതിബിംബം കാണുന്നു. അത് വേറെ ഏതോ സുന്ദരിയായ ആളാണെന്ന് കരുതി അവൻ സ്വന്തം രൂപത്തോട് തന്നെ പ്രണയത്തിന്. ആ സുന്ദരമായ പ്രതിബിംബത്തിൽ നിന്ന് കണ്ണെടുക്കാൻ കഴിയാതെ ആഹാരവും വെള്ളവും ഇല്ലാതെ ആ പൊയ്കയുടെ തീരത്തിരുന്ന് അവൻ മരിച്ചുപോയി. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന മനഃശാസ്ത്ര വിദഗ്ധനാണ് നാർസിസിസം എന്ന വാക്ക് മനഃശാസ്ത്രത്തിലേക്ക് കൊണ്ടുവരുന്നത്. എന്താണ് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ? ലളിതമായി പറഞ്ഞാൽ സ്വന്തം കാര്യം മാത്രം വലുതായി കാണുകയും മറ്റുള്ളവരുടെ വികാരങ്ങൾക്ക് ഒരു വിലയും കൽപ്പിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണിത്. ഇത് വെറും ഒരു അഹങ്കാരമോ അല്ലെങ്കിൽ ഒരു സെൽഫ് ലവോ അല്ല. ഒരു വ്യക്തിയുടെ ചിന്തയെയും പെരുമാറ്റത്തെയും ബാധിക്കുന്ന ഒരു മാനസിക വൈകല്യമാണ് അഥവാ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ. എങ്ങനെയാണ് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നത് നോക്കാം. ഒരാൾ പെട്ടെന്ന് ഒരു ദിവസം നാർസിസ്റ്റിക് ആകില്ല. അതിന് പ്രധാനമായി 3 കാരണങ്ങളാണുള്ളത്. ഒന്നാമത് ഓവർ ഇന്റലിജന്റ് പാരന്റിംഗ് അഥവാ അമിതമായി പുകഴ്ത്തൽ. കുട്ടിക്കാലത്തെ തെറ്റുകൾ ന്യായീകരിക്കപ്പെടുകയും അമിതമായി പുകഴ്ത്തുകയും ചെയ്യുമ്പോൾ എല്ലാവരെക്കാളും ഞാനാണ് ഏറ്റവും വലുത് എന്നുള്ള തെറ്റായ ചിന്ത അവരിൽ ഉണ്ടാകുന്നു. രണ്ടാമത് ചൈൽഡ്ഹുഡ് ട്രോമ ആൻഡ് നെഗ്ലെക്ട്. കുട്ടിക്കാലത്തെ അവഗണനയും അപകർഷതാബോധവും പുറത്തറിയിക്കാതിരിക്കാൻ അഹങ്കാരം ഒരു മാസ്ക് പോലെ ധരിക്കുന്നു. മൂന്നാമത്തെ ജെനറ്റിക്സ് ആൻഡ് ഹെറിഡിറ്ററി. കുടുംബത്തിൽ മാനസിക വൈകല്യത്തിന്റെ ഒരു ചരിത്രം ഉണ്ടെങ്കിൽ അത് അടുത്ത തലമുറയിൽ ഉണ്ടാവാനുള്ള സാധ്യതയും കൂടുതലാണ്. നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള വ്യക്തികൾ എപ്പോഴും തങ്ങളാണ് ഏറ്റവും മിടുക്കരെന്നും അതുപോലെ തന്നെ തങ്ങൾ പറയുന്നതാണ് എപ്പോഴും ശരിയെന്നും വിശ്വസിക്കുന്ന ആളുകളാണ്. നിരന്തരമായ പ്രശംസയും പുകഴ്ത്തലുകളും ആഗ്രഹിക്കുന്ന ഇവർക്ക് മറ്റുള്ളവരുടെ സങ്കടങ്ങളോ വികാരങ്ങളോ മനസ്സിലാക്കാനുള്ള സ്നേഹമോ സഹതാപമോ ഇവർക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ്. സ്വന്തം തെറ്റ് ഒരിക്കലും സമ്മതിക്കാതെ കുറ്റം മുഴുവൻ പങ്കാളിയുടെയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെയോ തലയിലിടുന്ന ഒരു ശീലം ഇവർക്കുണ്ടാവും. അതുപോലെ തന്നെ ചെറിയൊരു ഉപദേശമോ വിമർശനമോ സഹിക്കാൻ കഴിയാതെ പെട്ടെന്ന് കടുത്ത ദേഷ്യം പ്രകടിപ്പിക്കുന്നതുമാണ് ഇവരുടെ പ്രധാന ലക്ഷണങ്ങൾ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് പുറമെ വലിയ അഹങ്കാരവും മേധാവിത്വവും ഇവർ കാണിക്കുന്നുണ്ടെങ്കിലും നാർസിസ്റ്റിക് ആയിട്ടുള്ള ആളുകളുടെ ഉള്ളില് കടുത്ത അപകർഷതാ ബോധവും പേടിയുമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. എന്നാൽ അതോടൊപ്പം തന്നെ അവരുടെ പെരുമാറ്റം കാരണം നമ്മുടെ മനസ്സമാധാനവും നമ്മുടെ മാനസികാരോഗ്യവും തകരാതെ സംരക്ഷിക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ കൂടുതൽ സൈക്കോളജിക്കൽ വിവരങ്ങൾക്കായിട്ട് ഈ പേജ് ഫോളോ ചെയ്യും.